നമുക്കൊപ്പം ടി സിദ്ദിഖ് MLA ചേരുന്നു തത്സമയം. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ ടി സിദ്ദിഖ് MLA. ദുരന്ത ബാധിതരിലേക്ക് സഹായമെത്താനുള്ള കാലതാമസം അതിനിയും നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ലൈവത്തോണിലേക്ക് പോയിരിക്കുന്നതും. ടൗൺഷിപ്പിലെ ആളുകളുടെ അതൃപ്തി, അതിനുള്ളിലെ ന്യൂനതകൾ അവർ ചൂണ്ടിക്കാട്ടുന്നത്, അതോടൊപ്പം ദുരന്ത ബാധിതർ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ധനസഹായം, അതിലേക്കൊന്നും സർക്കാർ എത്തുന്നില്ല. പ്രഖ്യാപനങ്ങൾ വീണ്ടും നമ്മൾ കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കളക്ടറേറ്റിന് മുന്നിലെ പ്രതിഷേധത്തിന് ശേഷം റവന്യൂ മന്ത്രി പറഞ്ഞ വാഗ്ദാനങ്ങൾ നമ്മൾ കേട്ടു. എന്തുകൊണ്ടാണ് ഇത്രയും ഒരു സാവകാശം ഇക്കാര്യങ്ങളിലൊക്കെ എടുക്കുന്നത്? ഒന്ന്, സർക്കാരിൻ്റെ ഏകോപനക്കുറവിലെയും സർക്കാരിൻ്റെ കാര്യക്ഷമതയിലുമുള്ള ഒരു പ്രധാനപ്പെട്ട പാളിച്ചയാണ് ഇതുവരെ സംഭവിച്ച പ്രധാനപ്പെട്ട ഡിലേയിങ് പ്രോസസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്നുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 8ാമത്തെ മാസം പൂർത്തീകരിക്കപ്പെടുകയാണ്. 8ാമത്തെ മാസം പൂർത്തീകരിക്കപ്പെടുമ്പോൾ പ്രാഥമികമായി ഉണ്ടാകേണ്ട ലിസ്റ്റ്, അതിലെ പരാതികൾ പോലും ഇതുവരെ തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. ലിസ്റ്റ് പ്രഖ്യാപനമുണ്ട്, അതിൻ്റെ പരാതികൾ നിലനിൽക്കുന്നുണ്ട്. ആ പരാതികളെ സംബന്ധിച്ച് തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഈ അവസാനം 3 ദിവസം മുമ്പ് അദ്ദേഹം കൽപ്പറ്റയിൽ വന്നപ്പോൾ, കളക്ടറേറ്റിൽ വന്നപ്പോൾ ഈ പരാതികൾ എന്തുകൊണ്ടാണ് ഓരോന്ന് എന്നുള്ളത് കൃത്യമായി ഞാൻ എടുത്തു പറഞ്ഞു, സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും സംസാരിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹത്തോട് വ്യക്തിപരമായി വളരെ ഗൗരവത്തോടുകൂടി ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, മുണ്ടകൈ 11ാം വാർഡ്, ആ 11ാം വാർഡിലെ ഒരു പാടിയിൽ, ഒരു എസ്റ്റേറ്റ് പാടിയിൽ ഒരു ഭാഗത്ത് 50 മീറ്ററിനകത്താണ്. അവിടെ ഒരാൾ മരിച്ചു, അദ്ദേഹം ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. എന്നാൽ അതേ പാടിയുടെ 6ാമത്തെ റൂമിൽ താമസിക്കുന്ന വ്യക്തി ഈ ലിസ്റ്റിൽ വന്നിട്ടില്ല. ഒരു പാടിയുടെ ഒരു ഭാഗത്ത് വരുന്നു, ഒരു ഭാഗത്ത് വന്നില്ല. മാട്രക്കുന്നിലെ ആളുകൾ, പിന്നെ വിവിധ സ്ഥലങ്ങളിലുള്ളതായ ആളുകൾ, അവരെല്ലാം തന്നെ വിവിധ സ്ഥലങ്ങളിൽ സമരത്തിലാണ്. ഒറ്റപ്പെട്ടു പോയ സ്ഥലങ്ങൾ, വീടുകൾ, ആളുകൾ, അവരുടെ സമരങ്ങൾ വളരെ ഗൗരവമായി നടക്കുകയാണ്. ഇതുവരെ കൃഷിഭൂമി നഷ്ടപ്പെട്ടു. ഈ കൃഷിഭൂമി നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിൻ്റെ നിലപാടെന്താണ്? സർക്കാർ ഇതുവരെ നിലപാട് പറഞ്ഞിട്ടില്ല. കൃഷിഭൂമി പോയി, അവരുടെ ജീവനോപാധി പോയി, അവരിനി എന്ത് ചെയ്യും? ആ പോയ കൃഷിഭൂമി നഷ്ടമായവർക്ക് ആ പ്രദേശത്ത് തിരിച്ചുപോയി താമസിക്കാൻ കഴിയില്ല. അവിടെ വീടുകൾ വെക്കാനോ മറ്റ് നിർമ്മാണ പ്രവൃത്തികളോ നടത്താൻ കഴിയില്ല. പക്ഷേ കൃഷിക്കായി ആ സ്ഥലം ഉപയോഗിക്കാമെന്നതല്ലേ നിലവിലെ ധാരണ? നിലവിൽ ഗവൺമെൻറ് തലത്തിൽ അവർ ഉണ്ടാക്കിയിട്ടുള്ള ധാരണ, ഈ ഭൂമി കൃഷി ഉപയുക്തമാക്കി അവർക്ക് കൈമാറാം. ഞാൻ പറഞ്ഞത് ഈ 50 മീറ്ററിനകത്തുള്ള നോഗോ സോണുണ്ട്. ഈ 50 മീറ്റർ നോഗോ സോൺ, ആ 50 മീറ്റർ നോഗോ സോൺ അകത്ത് വരുന്നതായിരിക്കുന്ന കൃഷിഭൂമി അതെന്ത് ചെയ്യും? ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അണ്ണയ്യൻ 85 ചാക്ക് കാപ്പി അണ്ണയ്യൻ്റെത് പോയി. ആ ചാക്ക് നഷ്ടപ്പെട്ടതായിരിക്കുന്ന അണ്ണയ്യന് ഒരു രീതിയിലുള്ളതായിരിക്കുന്ന സാമ്പത്തിക സഹായം ഗൗരവതരമായി സർക്കാരിൻ്റെ ഭാഗത്ത് കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കൃഷിഭൂമി പോയി. ഓരോ ആളുകളുടെ നിന്ന് നിങ്ങളെടുത്തു. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം, ഒരു ബെസ്റ്റ് എക്സാമ്പിൾ. അബുക്ക എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന് 10 കടയുണ്ട്. ഒരു കടയിൽ അദ്ദേഹം അവിടെ ചൂരൽമല ടൗണിലെ ആ ഒരു കടമുറികളുടെ ഒരു കെട്ടിടമല്ലേ സിദ്ദിഖ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ അവിടെ വന്നപ്പോൾ അത് കണ്ടതാണ്. ആ കടമുറി കെട്ടിടം. ഞാൻ ദുരന്തത്തിന് മുമ്പേ അവിടെ ഒരു രോഗിയെ കാണാൻ പോയതാണ്, എനിക്കറിയുന്ന ആളാണ്. അദ്ദേഹം ഒരു ഡയാലിസിസ് പേഷ്യൻ്റ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ താങ്ങ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു. ഭാര്യ ഈ ദുരന്തത്തിൽ മരിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ ഒരു ആക്സിഡൻറ്റ് വന്ന് ഗുരുതരമായ അസുഖം പിടിപെട്ട് അതിൻ്റെ ബുദ്ധിമുട്ടിലൂടെ നീങ്ങാണ്. ഒരു ദിവസം ഈ മനുഷ്യൻ വന്ന് എൻ്റെ ഓഫീസിൽ വന്ന് കരയുക. അദ്ദേഹത്തിന് ഡയാലിസിസ് ചെയ്യാൻ കയ്യിൽ കാശില്ല. 10 കടമുറികൾ വാടകയ്ക്ക് കൊടുത്ത് സ്വന്തം കട വ്യാപാരം നടത്തി, കൃഷി അത്യാവശ്യത്തിന് നടത്തി, ഗംഭീരമായി മറ്റുള്ള എല്ലാ ആളുകളെയും സഹായിക്കാൻ നേതൃത്വം കൊടുത്തൊരു മനുഷ്യൻ്റെ അവസ്ഥയാണ്. ഇതെല്ലാവരുടെയും അവസ്ഥ അവിടെയുള്ള എല്ലാ ആളുകളുടെയും അവസ്ഥയാണ്. ഞാൻ ചോദിക്കുന്നത്, സർക്കാർ അവിടെ പോയി കുടുംബശ്രീ മൈക്രോ പ്ലാൻ ഉണ്ടാക്കി. 6.5 കോടിയോളം രൂപയുടെ മൈക്രോ പ്ലാൻ. അവർ 6.5 കോടി ആവശ്യപ്പെട്ടു. ഞാൻ അസംബ്ലിയിൽ പറഞ്ഞല്ലോ, ഒരു നയാ പൈസ സർക്കാർ ഇതുവരെ കൊടുത്തിട്ടില്ല കുടുംബശ്രീക്ക്. അവർക്ക് മൈക്രോ പ്ലാൻ ഇംപ്ലിമെൻ്റ് ചെയ്യണ്ടേ? ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ, അമേരിക്ക പഠിക്കുന്ന കുട്ടികൾ, യൂറോപ്പിൽ പഠിക്കുന്ന കുട്ടികൾ, MBBS പഠിക്കുന്ന കുട്ടികൾ, അച്ഛനും അമ്മയും എല്ലാവരും പോയതായിരിക്കുന്ന മിടുക്കനായ പയ്യൻ സാരജ് MCA പഠിക്കുകയാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. ഓരോ കുട്ടികൾ, അഭിജിത്ത് എല്ലാവരും പോയി, അഭിജിത്ത് ടൂറിസം കോഴ്സിന് പഠിക്കുകയാണ്. ഓരോ കുട്ടികൾ പഠിക്കുകയാണ്. ഈ കുട്ടികൾ സർക്കാരിന് മുമ്പിൽ പോയി ഇവരൊക്കെ
സർക്കാർ ഒന്നും ചെയ്തില്ല. എൻ്റെ ഓഫീസിൽ വന്ന് കരഞ്ഞപ്പോൾ ഞാൻ അവസാനം തണലിൻ്റെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ ഇദ്രീസിനെയും കൂട്ടി ഞാൻ ബഹുമാന്യനായ മലബാർ ഗോൾഡിൻ്റെ ചെയർമാനുമായി സംസാരിച്ച് 252 ലക്ഷത്തിൻ്റെ സ്കോളർഷിപ്പ് കൊടുത്തു. എവിടെയായിരുന്നു സർക്കാർ? സർക്കാരിനെ കാത്തു നിന്നാൽ ഇന്ന് ആ കുട്ടികൾ മുഴുവൻ കോളേജുകളിൽ ഇപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ താങ്കൾ ഇടപെട്ടതിനെ കുറിച്ച് പറഞ്ഞു. 8 മാസമായിട്ടൊന്നും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള തുക നമുക്ക് ഡിലേ ചെയ്യാൻ കഴിയില്ല. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഓരോ ദിവസവും അവരുടെ ആ കോഴ്സിൽ കരിയറിലൊക്കെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ബന്ധുക്കളെ നഷ്ടപ്പെട്ട വീടും സ്ഥലവും എല്ലാം നഷ്ടപ്പെട്ട ദുഃഖത്തിൽ നിന്ന് അവർക്ക് മറികടക്കണമെങ്കിൽ അവർക്കൊരു കരിയറാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനുള്ള സഹായം ഇപ്പോൾ സന്നദ്ധ സംഘടനകൾ ചെയ്യുന്നു. അവിടെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ലീഗൊക്കെ വയനാട്ടിൽ ടൗണിനടുത്ത് തന്നെ സ്ഥലമൊക്കെ കണ്ടെത്തി കഴിഞ്ഞു. റമദാൻ കഴിഞ്ഞാൽ റമദാന്റെ അടുത്ത ദിവസം തന്നെ ഏപ്രിലിൽ തന്നെ പണിയൊക്കെ തുടങ്ങുമെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം പറയുന്നതായി കേട്ടത്. സന്നദ്ധ സംഘടനകളുടെ അതുപോലെ ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകളുടെ ഒക്കെ സഹായങ്ങൾ അതിനി അങ്ങ് വിനിയോഗിക്കുക എന്നതല്ലാതെ മറ്റു വഴിയില്ലല്ലോ. സർക്കാർ സഹായത്തിൽ ടൗൺഷിപ്പായി അല്ലെങ്കിൽ ഈ പറയുന്ന തർക്കമൊക്കെ കഴിഞ്ഞ് 7 സെന്റോ അല്ലെങ്കിൽ 10 സെന്റോ ഒക്കെ കിട്ടുന്നത് നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ അവനവന്റെ ജീവിതത്തിലെ ഓരോ ദിവസമല്ലേ ഓരോരുത്തർക്കും നഷ്ടമാകുന്നത്. സിദ്ദീഖ്, സത്യത്തിൽ ഏറ്റവും പ്രസക്തമായ വിഷയമാണ് സുജയ് ഇപ്പോൾ എടുത്തിട്ടിരിക്കുന്നത്. ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉണ്ടാകേണ്ടിയിരുന്ന ഒരു കൺക്ലൂഷൻ, അത് നഷ്ടപ്പെട്ടു പോയ കൺക്ലൂഷനാണ്. ഞാനിപ്പോൾ പറയാം. ദുരന്തമുണ്ടായ ഉടനെ 1000-ലധികം വീടിൻ്റെ സ്പോൺസർഷിപ്പ് കിട്ടി. ഈ 1000-ലധികം വരുന്ന സ്പോൺസേഴ്സിനെ മുഴുവൻ എമർജൻസിയായി വിളിച്ചു ചേർത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജില്ലാ ഭരണകൂടവും ഉദ്യോഗസ്ഥന്മാരും അന്ന് പറയേണ്ടിയിരുന്ന കാര്യം, നിങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്ന വീട് ഇന്ന സ്പെസിഫിക്കേഷൻ ആവണം. 1000 സ്ക്വയർ ഫീറ്റ്, ഒരു 10 സെൻറ്റ് ഭൂമി ഉണ്ടാകണം, അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരിടത്ത് ഇതിൻ്റെ ക്വാളിറ്റി ഇന്നതാകണം. ഈ രീതിയിലുള്ള സ്പെസിഫിക്കേഷൻസ് മുഴുവൻ പറഞ്ഞു നിങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് മുഴുവൻ ഞങ്ങൾ പരിഹരിച്ചു തരാം. അങ്ങനെ ഒരു കോർഡിനേഷൻ പ്രോസസ്സായിരുന്നു സർക്കാർ സ്വീകരിച്ചതെങ്കിൽ, ഇത് 6 മാസം കൊണ്ട് നിങ്ങൾ തീർക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ മുഴുവൻ ദുരന്തബാധിതരും വീടിനകത്തായനെ. ഇത് നഷ്ടപ്പെടുത്തിയത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ടൗൺഷിപ്പ് എന്നും പറഞ്ഞ് എസ്റ്റേറ്റ് ഭൂമിയുടെ പുറകെ പോയ സർക്കാരാണ് ഇത് പരാജയപ്പെടുത്തിയത്. എസ്റ്റേറ്റ് ഭൂമി ഹൈലി കോംപ്ലിക്കേറ്റഡ് ആണ്. ആർക്കും അറിയാത്തത്? ലീഗ് സ്ഥലമെടുത്തല്ലോ. എസ്റ്റേറ്റ് ഭൂമി അല്ലല്ലോ എടുത്തത്, ഒരേ സ്ഥലത്ത് കിട്ടിയല്ലോ. ഇനിയും സ്ഥലം ഉണ്ടല്ലോ. താങ്കൾക്കും അറിയാമല്ലോ എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്ന്. വേണമെന്ന് വെച്ചാൽ ഉടൻ തന്നെ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഈ നിമിഷം തീരുമാനമെടുത്താൽ അടുത്ത നിമിഷത്തിൽ നമുക്ക് സ്ഥലം വാങ്ങാൻ കഴിയും. അതിനുള്ള ഫണ്ട് കയ്യിലിരിക്കുന്നുണ്ട്. ദുരന്തത്തിന് ശേഷം ഈ ദുരന്ത നിവാരണ നിധിയിലേക്ക് എല്ലാവരും അവരവരാൽ പറ്റുന്ന രീതിയിൽ ചെറുതും വലുതുമായ തുകകൾ കോൺട്രിബ്യൂട്ട് ചെയ്ത കോടികൾ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അതൊക്കെ ചെലവഴിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ഇതിനകം തന്നെ താങ്കൾ പറഞ്ഞതുപോലെ അവർക്ക് ഉചിതമായ രീതിയിൽ അവർക്ക് മാന്യമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുമായിരുന്നില്ലേ? തീർച്ചയായും അത് ഇവർ മിസ് ചെയ്തു എന്നുള്ളതാണ് സത്യത്തിൽ. ഞാൻ ഇടയ്ക്ക് സമയമുള്ളപ്പോൾ ഇവരുടെ വീടുകളിൽ പോയി ഓരോ ആളുകളെ കാണുന്ന ഒരാളാണ്. വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇവർ ചിലപ്പോൾ എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരും. ഇവരൊക്കെ പറയുന്ന സങ്കടങ്ങൾ എന്തൊക്കെയാണ്. ഒരു ദിവസം നടന്നു പോകുമ്പോഴാണ് ഒരു മാരുതി 800 പോലെയുള്ള ചെറിയ വാഹനത്തിൽ കാല് നീട്ടിവെച്ച് താഴെ ഒരു ഇതൊക്കെ വെച്ച് നീട്ടിവെച്ച് പിന്നെ കൈ തലയണയുടെ മേലെ വെച്ച് ഒരു സ്ത്രീ വരികയാണ്, മുബീന. പ്ലാസ്റ്റിക് സർജറി വേണം. അവരുടെ 2 മക്കളെ ഇതുവരെ കിട്ടിയിട്ടില്ല. അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസവും വിഷമവും കരച്ചിലുമാണവർ. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ സമ്പാദ്യം നഷ്ടപ്പെട്ടവരാണവർ. അവർ പറയുകയാണ്, എനിക്ക് അടുത്ത സർജറി നടത്താൻ എനിക്ക് കാശില്ല. ഈ സർക്കാരിന് മുമ്പിൽ ഞാൻ 5-ലധികം നിവേദനം കൊടുത്തു. മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, റവന്യൂ മന്ത്രി, സകല ഉദ്യോഗസ്ഥന്മാർ എല്ലാവരോടും പറഞ്ഞു, നിവേദനം കൊടുത്തു. 5-ലധികം നിവേദനം. ഒരു ദിവസം കലക്ടറേറ്റിൽ വെച്ച് കലക്ടറുമായി ഞാൻ വഴക്കിട്ടു. അവസാനം നിങ്ങൾ ആലോചിക്കണം, 5 ലക്ഷം രൂപ SDR ഫണ്ടിൽ നിന്ന് മാറ്റിവെച്ച് ഈ 42 ആളുകളുടെ അതിൽ കൂടുതൽ ആളുകളുടെ ചികിത്സയ്ക്ക് വേണ്ടി 5 ലക്ഷം രൂപയായി സർക്കാർ മാറ്റിവെച്ച് 700 കോടി രൂപ 725 കോടി രൂപ കയ്യിൽ കിടക്കുമ്പോൾ എന്തിനാ സർക്കാർ പിശിക്കണേ? എന്തിനാ 7 സെന്റ് ഭൂമിയാക്കിയത്? അവിടെ തന്നെ യഥേഷ്ടം ഭൂമിയുണ്ടല്ലോ. കേന്ദ്ര സർക്കാർ ഒരു ഭാഗത്തുനിന്ന് യജമാന സമീപനം സ്വീകരിച്ച് കേരളത്തെ വല്ലാത്ത രീതിയിൽ മോശമായി കാണിക്കുകയാണ്. കേരളം ഇന്ത്യ രാജ്യത്തിൻ്റെ ഭൂപടത്തിലല്ലേ എന്ന് പോലും തോന്നിപ്പോകുന്ന സാഹചര്യമാണ്. ദുരന്തത്തിൽ ഉപാധികൾ വെക്കലുണ്ട്. ആ ഉപാധികൾ വെച്ചു അവർ. ആ ഉപാധികൾ വെച്ചതിനെതിരായി നമ്മളെല്ലാവരും ഒന്നിച്ച് സംസാരിക്കുകയാണ്.
അതേപോലെ തന്നെ ചോദിക്കുന്നു, കയ്യിൽ പണമുള്ളപ്പോ എന്തിനാ ഈ ദുരന്തബാധിതരോട് ഇങ്ങനെ ഹൈക്കോടതി വരെ ചോദിച്ചതല്ലേ നിങ്ങൾ എന്താണ് ചെയ്തത്, നിങ്ങൾ ആ തുക വിനിയോഗിച്ചോ എന്നതടക്കം ഹൈക്കോടതി അടക്കം ചോദിച്ചത് നമ്മുടെ മുന്നിലുണ്ടല്ലോ. രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിമർശനങ്ങളോ അല്ല, കോടതിയിലെ വിഷയം എത്തിയപ്പോൾ കോടതി എന്താണ് പറഞ്ഞത് അതും മുന്നിലുണ്ടല്ലോ. കോടതിയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് എൽസ്റ്റൺ എസ്റ്റേറ്റ് മതി, നെടുമ്പാലയുടെ കാര്യം അത് ആവശ്യം വരില്ല എന്നാണ്. അതായത് ഈ ഉണ്ടാക്കാൻ പോകുന്ന ടൗൺഷിപ്പിൽ എത്ര പേർ താമസിക്കാൻ വരും എന്നത് സംബന്ധിച്ച് ഇപ്പോഴും കൃത്യമായ കണക്കില്ല. കഴിഞ്ഞ ദിവസവും കളക്ടർ ഈ ദുരന്തബാധിതരെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. 90 പേരെ കേൾക്കുമ്പോൾ അതിൽ 2 പേർക്ക് മതി ടൗൺഷിപ്പിലെ വീട്. അതാണ് യാഥാർത്ഥ്യം. ടി സിദ്ദിഖ്, ഇപ്പോഴത്തെ സാഹചര്യമാണ് സുജയ് വിശദീകരിച്ചത്. സർക്കാർ നേരത്തെ 2 സ്ഥലം ഏറ്റെടുത്തു. ആ 2 സ്ഥലത്തിലും നിയമപ്രശ്നങ്ങളുണ്ടായി. കോടതി കയറി. സ്ഥലം ഏറ്റെടുത്ത സ്ഥലത്തിൻ്റെ വ്യവഹാരിയായി സർക്കാർ തന്നെ മാറി. അതിൻ്റെ കാരണം എന്താ? ചർച്ച നടത്തി ആവശ്യമുള്ള പണം കെട്ടിവെച്ച് എടുക്കുന്നതിന് പകരം സർക്കാർ നേരെ പോയത് ടൈറ്റിൽ ഡിസ്പ്യൂട്ട് ചെയ്യാണ്. ഞങ്ങളുടെ ഭൂമിയാണെന്നും പറഞ്ഞ് ടൈറ്റിൽ ഡിസ്പ്യൂട്ട് ചെയ്യാണ് സർക്കാർ കോടതി പോയിട്ട്. അങ്ങനെ കേസും നൂലാമാലിയായിട്ട് അതങ്ങ് മാറി. ആരാ ഇതിൻ്റെ കേസിൻ്റെ ഒക്കെ ഉത്തരവാദിത്തം സർക്കാരാണ്. ടൈറ്റിൽ ഡിസ്പ്യൂട്ട് ക്ലെയിം ചെയ്യാത്തതായിരിക്കുന്ന ഏതെങ്കിലും ഭൂമി എടുക്കാൻ ഇവർക്ക് കയ്യിൽ പണമില്ലേ? ജനം കൊടുത്ത പണമുണ്ടല്ലോ, ആ പണം മതിയല്ലോ. അതെന്തേ എടുക്കാതിരുന്നേ? അതെടുക്കാതെ ഇതിലേക്ക് കോംപ്ലിക്കേറ്റഡായി മാറിയതെന്താ? ആ മാറിയത് ഇവർക്ക് നേരം വൈകിയാലും ഇവരുടെ പ്രയോറിറ്റി അവിടെ ഇല്ല. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ പ്രശ്നം. നിങ്ങൾ ആലോചിക്കണം, നട്ടെല്ല് കേടുപാട് സംഭവിച്ചവർ, വെയിൻ പൊട്ടിയവർ, ഈ ഡബ്രിസ് ഉണ്ടല്ലോ, ഈ അഴുക്ക് ഒലിച്ചു വന്നതായിരിക്കുന്ന മണ്ണും ചെളിയും, ഈ മണ്ണിൻ്റെ ഊര വരെയുള്ള മണ്ണിൻ്റെ ചെളി, ഞങ്ങളൊക്കെ അതിലൂടെ നടന്നവരാണ്. ആ മണ്ണും ചെളിയിലും വിട്ട് ആളുകളെ ഇങ്ങ് ഊരിയെടുക്കുമ്പോൾ അവൻ്റെ വെയിൻ പൊട്ടി, പലരുടെയും കയ്യും കാലും പൊട്ടി, ഗുരുതരമായി പരിക്കേറ്റു. ആ പരിക്കേറ്റ ആളുകളുടെ വെയിൻ പൊട്ടിയവർ, കയ്യും കാലും പൊട്ടിയവർ, പ്ലാസ്റ്റിക് സർജറി വേണ്ടവർ, നട്ടെല്ല് പൊട്ടിയവർ, അങ്ങനെയുള്ള ആളുകളുടെ ചികിത്സ. ഈ ദുരന്തത്തിന് ശേഷം പലർക്കും കാർഡിയാക് പെയിൻ ഉണ്ടായി, മറ്റു അസുഖങ്ങളുണ്ടായി. അവരൊക്കെ എങ്ങോട്ട് പോകും? ഈ ചോദ്യങ്ങൾക്കാണ് സർക്കാർ മറുപടി പറയേണ്ടത്. ടി സിദ്ദിഖ്, ഈ വിഷയങ്ങൾ അതുകൊണ്ട് തന്നെയാണ് താങ്കൾ അവിടെ ആ ദുരന്തമുഖത്തുണ്ടായിരുന്നു. ആ ദുരന്തമുഖത്ത് താങ്കൾ ഓടി നടന്നത് എങ്ങനെയാണെന്ന് നേരിട്ട് കണ്ട ആൾ കൂടിയാണ് ഞാൻ. ഞങ്ങളുടെ വാർത്താസംഘം, ഞാൻ അടങ്ങുന്ന ഞങ്ങളുടെ എഡിറ്റോറിയൽ അംഗങ്ങൾ അടങ്ങുന്ന വാർത്താസംഘം അവിടെ എത്തുമ്പോഴടക്കം നമ്മൾ കണ്ടതാണ്. അന്ന് രാഷ്ട്രീയം ഒന്നുമില്ല, ജാതിമത ഭേദമില്ല. എല്ലാവരും ഒപ്പം നിന്ന് അവരെ ആ ചെളിയിൽ നിന്നും മണ്ണിൽ നിന്നും കഴുത്തൊപ്പം പൂണ്ടുകിടന്നിരുന്നവരെ വരെ നമ്മൾ പുറത്തെടുത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ അവർക്ക് ജീവനോപാധിയും അവരുടെ പഴയ ജീവിതത്തേക്കാൾ അവർക്ക് മാന്യമായ ഒരു ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ നമുക്ക് ഇതുവരെയും സാധിച്ചില്ല എന്നത് നമുക്ക് ഓരോരുത്തർക്കും ലജ്ജ തോന്നിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. സർക്കാർ സംവിധാനങ്ങളെ ഉണർത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ലൈവത്തോണിലൂടെ കടന്നുപോയത്. വളരെ നന്ദി ശ്രീ ടി സിദ്ദിഖ് MLA പ്രതികരിച്ചതിന്, നമുക്കൊപ്പം ഈ ലൈവത്തോണിൽ പങ്കുചേർന്നതിന്. സർക്കാരിന്റെ സഹായം എപ്പോഴാണ് ദുരിതബാധിതരിലേക്ക് എത്തുക? അത് അവരുടെ പക്കലെത്തി അവരുടെ ജീവിതം, അവരുടെ മാന്യമായ ജീവനോപാധി അടക്കം ഉറപ്പാകുന്നതുവരെ ഈ ചോദ്യം നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. തിരികെ എത്താം റിപ്പോർട്ടർ ലൈവത്തോണിലേക്ക്.